എൻ്റെ പേര് ഫാദർ തോമസ് ചെങ്ങനാരിപ്പറമ്പിൽ MST എന്നാണ്. ഞാൻ സിറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ MST മിഷണറി സൊസൈറ്റി ഓഫ് സെൻറ്റ് തോമസ് ദി അപ്പോസ്റ്റൽ എന്ന പ്രേക്ഷിത സമൂഹത്തിലെ അംഗമാണ്. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് CIMR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന സ്ഥാപനത്തിൻ്റെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 1980 ബഹുമാനപ്പെട്ട തോമസ് ഫെലിക്സ് CMIH ആരംഭിച്ച ഒരു സ്ഥാപനമാണിത്. ഓൾ കേരള അസോസിയേഷൻ ഫോർ ദ മെൻ്റലി റിട്ടാർഡഡ് എന്ന സംഘടന. ആ സംഘടനയുടെ കീഴിലുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ മെൻ്റൽ റിട്ടാർഡേഷൻ CIMR എന്ന സ്ഥാപനത്തിൻ്റെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഞാൻ 1963 കോട്ടയം ജില്ലയുടെ കിഴക്കേ അറ്റത്തുള്ള വെള്ളികുളം എന്ന സ്ഥലത്താണ് ജനിച്ചത്. വാഗമൺ കുരിശുമലയൊക്കെ അടുത്ത് ഉള്ള സ്ഥലമാണ് വെള്ളികുളം, മലമ്പ്രദേശമാണ്. ഞാൻ എൻ്റെ വിദ്യാഭ്യാസം മുഴുവനും നടത്തിയത് അവിടെ വെള്ളികുളത്ത് തന്നെയാണ്. മലയോര പ്രദേശമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ദിവസവും നടന്ന് സ്കൂളിൽ പോകണമായിരുന്നു. അതുകൊണ്ട് ചെറുപ്പം മുതൽ തന്നെ നടന്ന് സ്കൂളിൽ പോയി പഠിച്ചു. അതുപോലെ എല്ലാ ദിവസവും വീട്ടിൽ വന്നു കഴിയുമ്പോൾ രാവിലെയും വൈകിട്ടും എല്ലാം പറമ്പിൽ മാതാപിതാക്കളുടെ കൂടെ അധ്വാനിക്കുകയും പണിയുകയും എല്ലാം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് കൃഷിപ്പണിയിൽ മക്കളെല്ലാവരും സജീവമായിരുന്നു. ഞങ്ങൾ 7 മക്കളാണ്. ഞങ്ങളെല്ലാവരും സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കൃഷിപ്പണിയിലും പൂർണ്ണമായിട്ട് സഹകരിച്ച് പോന്നിരുന്നു. അങ്ങനെ പോന്നിരുന്ന അവസരത്തിൽ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ പള്ളിയിൽ, സ്കൂളിനടുത്ത് തന്നെ പള്ളിയുണ്ട്, ആ പള്ളിയിൽ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുത്ത് കുർബാനയിൽ സഹായിക്കുമായിരുന്നു ആൾക്കാരെ ശുശ്രൂഷയായിട്ട്. അങ്ങനെ കുർബാനയിൽ സഹായിച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ് മുമ്പോട്ട് പഠിച്ചു പോകുന്നതിനെക്കുറിച്ചും ഭാവിയിലൊരു വൈദികനാകുന്നതിനെക്കുറിച്ചുമുള്ള ചിന്തയുണ്ടാകുന്നത്. കാരണം അധികം സഞ്ചാര സൗകര്യമില്ലാതിരുന്നൊരു സ്ഥലമായിരുന്നതുകൊണ്ട് ആരെങ്കിലുമൊക്കെ അവിടെ വരുമ്പോഴാണ് ഞങ്ങൾ കൂടുതൽ ആൾക്കാരെ കാണുന്നത്. അങ്ങനെ വൈദികരൊക്കെ പലപ്പോഴും അവിടെ വരുമായിരുന്നു. അങ്ങനെ അവരെയൊക്കെ കാണുകയും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അറിയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് വൈദികനാകാനായിട്ടുള്ള ആഗ്രഹമുണ്ടായത്. 1978 ഞാനതിന് വേണ്ടി 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ MSTയുടെ ഭരണങ്ങാനത്തിനടുത്ത് അമ്പാറയിലുള്ള ദീപ്തി സെമിനാരിയിൽ ചേർന്നു. അങ്ങനെയാണ് ഞാൻ സെമിനാരിയിൽ വരാനായിട്ട് ഇടയായത്. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ചെറുപ്പം മുതൽ തന്നെ കണ്ടുവന്നിരുന്നത് ചാച്ചനും അമ്മച്ചിയൊക്കെ അവർ വളരെ സ്ട്രിക്റ്റായിരുന്നു. വൈകിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ പ്രാർത്ഥന, അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. ആ പ്രാർത്ഥനയുടെ സമയത്ത് മുഴുവനും വളരെ ഭക്തിയോടുകൂടി മുട്ടുകുത്തി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ എല്ലാവരും അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും മാതാപിതാക്കന്മാരെ കണ്ടും അതുപോലെ ഞങ്ങളുടെ മൂത്തവരെ കണ്ടും ഒക്കെ ഞങ്ങളങ്ങനെ പഠിച്ച് ആ പ്രാർത്ഥന അന്തരീക്ഷത്തിലാണ് വളർന്നിരുന്നത്. അതുപോലെ 5ാം ക്ലാസ് മുതൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനായിട്ട് മാതാപിതാക്കന്മാർ പ്രേരിപ്പിക്കുമായിരുന്നു. അങ്ങനെ പള്ളിയിൽ പോയി കാറ്റഗിസത്തിൽ പങ്കെടുത്തുമൊക്കെ ഞങ്ങൾ പള്ളിയോട് ചേർന്നാണ് ഞങ്ങളുടെ ജീവിതം, പള്ളിയോട് ചേർന്നാണ് ഞങ്ങൾ വളർന്നു വന്നത്. അതുകൊണ്ട് ആ ചെറുപ്പം മുതൽ തന്നെ കുടുംബത്തിലെ ആ പ്രാർത്ഥന അരൂപിയും അതുപോലെ ഞങ്ങളെ മാതാപിതാക്കന്മാർ പരിശീലിപ്പിച്ചതും അതെല്ലാം കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ സഭയോട് ചേർന്ന് പള്ളിയോട് ചേർന്ന് ജീവിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടായതും. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സെമിനാരിയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ മാതാപിതാക്കന്മാർ വലിയ എതിർപ്പൊന്നും കൂടാതെ തന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ പോകാനായിട്ട് അനുവാദം തന്നു. അങ്ങനെയാണ് ഞാൻ സെമിനാരിയിൽ ചെല്ലുന്നത്. സെമിനാരിയിൽ ചെന്ന് കഴിഞ്ഞ് എല്ലാ വർഷവും അവധിക്ക് വീട്ടിൽ പോകുമ്പോഴും വീട്ടിലെ സാഹചര്യം നല്ല ഇതായിരുന്നതുകൊണ്ട് ഞാൻ സെമിനാരിയിൽ പോന്നു കഴിഞ്ഞ് വീട്ടിൽ കൂടുതലായിട്ട് എനിക്ക് വേണ്ടിയും അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാ ദിവസവും ഒന്നിച്ചിരുന്ന് ഉള്ള പ്രാർത്ഥനയും അതുപോലെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാതിരുന്നാൽ വഴക്ക് പറയുന്നൊരു ഇതായിരുന്നു. കാരണം സെമിനാരിയിലാണ്, അതുകൊണ്ട് കൂടുതൽ പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു പ്രോത്സാഹനം മാതാപിതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുടുംബ പശ്ചാത്തലം ഞങ്ങൾക്ക് വളരെ അനുകൂലമായിരുന്നു ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിന്. അപ്പം അതോടൊപ്പം തന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് മിഷൻ ലീഗിൽ പ്രവർത്തിച്ചിരുന്നു. കൊച്ചുകുട്ടികൾക്ക് മിഷനെക്കുറിച്ച് അവയർനെസ് കൊടുക്കാനുള്ളൊരു സംഘടനയായിരുന്നു മിഷൻ ലീഗ്. ആ മിഷൻ ലീഗിൽ പ്രവർത്തിച്ചിരുന്നതുകൊണ്ട് മിഷനെക്കുറിച്ച് കൂടുതൽ അറിയാനും
മിഷനിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എന്താണ്. കാരണം ഞങ്ങൾക്ക് ആ പ്രദേശത്തുള്ള പള്ളിയും ഇടവകയും അടുത്തുള്ള ഇടവകളും അതിനെക്കുറിച്ചൊക്കെ മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ സഭയെക്കുറിച്ച് അറിയാനായിട്ട് സാധിച്ചത് ഇങ്ങനെയുള്ള മിഷനെക്കുറിച്ചുള്ള ആ ഒരു അറിവിൽ നിന്നാണ്, അങ്ങനെ വന്ന ആൾക്കാരിൽ നിന്നാണ്. അല്ലെങ്കിൽ മിഷൻ ലീഗുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ മിഷനെക്കുറിച്ചുള്ള അറിവൊക്കെ ഞങ്ങൾക്ക് ക്ലാസ്സുകളിലൂടെയൊക്കെ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മിഷണറി ആകാൻ പോകണമെന്നുള്ള ആഗ്രഹം വീട്ടിലറിയിക്കുകയും അതിന് സമ്മതിക്കുകയും ചെയ്തത്. ഇപ്പോൾ MST എന്ന് പറയുന്നത് സിറോ മലബാർ സഭയുടെ ഒരു പ്രേക്ഷിത മുന്നണിയാണ്. സിറോ മലബാർ സഭയുടെ അംഗമായിരുന്നുകൊണ്ട് ആ സഭയിൽ തന്നെ പ്രേക്ഷിത പ്രവർത്തനം നടത്താനായിട്ട്, ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ പ്രേക്ഷിത പ്രവർത്തനം നടത്താനായിട്ട് ഉള്ള ഒരു സന്യാസ സഭയല്ല, അതൊരു പ്രേക്ഷിത സമൂഹം ആയിട്ട് വളർന്നു വന്നതാണ്. 1968 അത് ആരംഭിക്കുന്നത്. അങ്ങനെ ആ പ്രേക്ഷിത മുന്നണിയിൽ ചേർന്നതുകൊണ്ട് സിറോ മലബാർ സഭയുടെ അല്ലെങ്കിൽ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ MSTയിൽ അംഗമായിരുന്നതിൽ എനിക്ക് കൂടുതൽ സന്തോഷവും തോന്നി. പിന്നീട് അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് വളരെ അഭിമാനവും തോന്നി. അങ്ങനെയാണ് ഞാൻ സെമിനാരിയിൽ എൻ്റെ പരിശീലനം ആ പ്രേക്ഷിത പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നതും നടത്തുന്നത്. ഞാൻ 1978 10ാം ക്ലാസ് പാസ്സായിട്ട് ദീപ്തി മൈനർ സെമിനാരിയിൽ വരുന്നത്. ദീപ്തി സെമിനാരിയിൽ ആദ്യത്തെ 3 വർഷക്കാലം സെമിനാരിയെക്കുറിച്ചും സെമിനാരി ജീവിതത്തെക്കുറിച്ചും വൈദിക ജീവിതത്തെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ള ഒരവസരമാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ അവിടെ എൻ്റെ കൂടെ ഞങ്ങളന്ന് 35 പേരുണ്ടായിരുന്നു. ആ വർഷം ഞങ്ങളൊന്ന് ചേർന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ഞങ്ങളൊത്തിരി കാര്യങ്ങൾ പഠിച്ചു, പ്രാർത്ഥിക്കാനായിട്ട് കൂടുതൽ ഓർഗനൈസ്ഡായിട്ട് പ്രാർത്ഥിക്കാനും പ്രാർത്ഥനാ ജീവിതത്തിൽ വളരാനും എങ്ങനെയാണെന്നുള്ളത് ഞങ്ങളെ പഠിപ്പിച്ചത് ആ ഒരു 3 വർഷത്തെ കാലഘട്ടമാണ്. അപ്പോൾ അത് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട്, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്, പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാൻ എല്ലാം പരിശീലനം ലഭിച്ച അവിടെ നിന്നാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുമായിട്ട് ഒന്നിച്ച് ജീവിക്കുമ്പോൾ എപ്രകാരമാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അവരെ സഹായിച്ചുകൊണ്ട് ജീവിക്കേണ്ടത്, ഒരു സമൂഹ ജീവിതം, സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താണ്, മറ്റുള്ളവരോട് ഇടപെട്ട് ജീവിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നത്. അതോടൊപ്പം തന്നെ പ്രീ ഡിഗ്രിയും പഠിച്ചു. പ്രീ ഡിഗ്രി പഠിക്കുന്ന ഒരു അവസരത്തിൽ 2ാമത്തെ വർഷമായപ്പോഴേക്കും എനിക്കൊരു അസുഖം ഉണ്ടായപ്പോഴേക്ക് പിന്നെ കുറേ നാൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നു. ഇൻറ്റൻസീവായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നതുകൊണ്ട് 1 വർഷത്തേക്ക് ഞാൻ ബ്രേക്ക് എടുത്ത് വീണ്ടും വീട്ടിൽ പോയി നിന്നുകൊണ്ടാണ് ചികിത്സ ചെയ്തത്. ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു കുഴപ്പവുമില്ലാതെ തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്ന് മൈനർ സെമിനാരി ജീവിതം കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നത്തെ 1 വർഷം ഞങ്ങൾക്ക് മിഷനിൽ പോയി മിഷനെക്കുറിച്ച് പഠിക്കാനുള്ളൊരവസരമായിരുന്നു. ഞങ്ങളെ അതിനുവേണ്ടി അയച്ചത് മധ്യപ്രദേശിലുള്ള ഉജ്ജയിൻ രൂപതയിലുള്ള ഒരു സ്ഥലത്താണ്, കമേഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾ ആ കോഴ്സിന് പറയുന്നത് മിഷണറി ഓറിയൻറ്റേഷൻ കോഴ്സാണ്, MOC. മിഷനെക്കുറിച്ച് അറിയാനും മിഷനെക്കുറിച്ച് പഠിക്കാനും മിഷൻ പ്രവർത്തനം എങ്ങനെയാണ് അവിടെയുള്ള മിഷണറിമാർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുമുള്ള ഒരവസരമായിരുന്നു. ആ 1 വർഷം ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഞങ്ങളുടെ സഭയെക്കുറിച്ച്, ഞാൻ അംഗമായിരിക്കുന്ന MSTയെക്കുറിച്ച് കൂടുതൽ പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ അവിടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്ന അച്ഛന്മാരുടെ എക്സ്പീരിയൻസ്, അവരുടെ അടുക്കൽ പോയി അവരോടൊത്ത് താമസിച്ചുകൊണ്ട് അവിടെ ജീവിക്കാനുള്ള അവസരം, പ്രവർത്തിക്കാനുള്ള അവസരം, ഇതെല്ലാം കിട്ടി. അങ്ങനെ ഞങ്ങൾ പിന്നീട് ഭാവിയിൽ പ്രവർത്തിക്കാൻ പോകുന്ന മിഷണറി ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാനുള്ള ഒരു അവസരമായിരുന്നു. അത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കേരളത്തിന് പുറത്തേക്ക് ആദ്യം പോകുന്നതാണ്, കേരളത്തിന് പുറത്തുള്ള ആളുകളെ ആദ്യം കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ സംസാരിക്കണം, ഇതിനെക്കുറിച്ചെല്ലാം അറിവ് കിട്ടുന്നത് ആ 1 വർഷത്തെ പരിശീലനം കൊണ്ടാണ്. അതോടൊപ്പം തന്നെ അവിടെ ഹിന്ദി ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ വില്ലേജിലൊക്കെ പോകണമെങ്കിൽ ഹിന്ദി പഠിക്കണം. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ബേസിക്കായിട്ടുള്ള ഹിന്ദി പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങൾ ഗ്രാമങ്ങളിലൊക്കെ പോയി ആളുകളോട് സംസാരിച്ച് ഹിന്ദി പഠിക്കാനായിട്ട് അവസരം ആ 1 വർഷം ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പിന്നീട് 3 വർഷത്തെ ഫിലോസഫിയും അത് കഴിഞ്ഞ് 4 വർഷത്തെ തിയോളജിയുമാണ്. അപ്പോൾ ഫിലോസഫി പഠനത്തിനായിട്ട് എന്നെ അയച്ചത് കോട്ടയത്തിനടുത്ത് വടവാതൂർ സെമിനാരിയിലാണ്. വടവാതൂർ സെമിനാരി സിറോ മലബാർ സഭയുടെ ഒരു മേജർ സെമിനാരിയാണ്. അവിടെ 3 വർഷം ഫിലോസഫി പഠിച്ചു. ആ ഫിലോസഫി പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് കേരളത്തിലുള്ള എല്ലാ രൂപതകളിൽ നിന്നുമുള്ള ബ്രദേഴ്സ്
സെമിനാരിക്കാർ അവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ബാച്ചിൽ തന്നെ 50 പേരുണ്ടായിരുന്നു. പല രൂപതകളിൽ നിന്നും പല സന്യാസഭകളിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന 50 പേര് ഒന്നിച്ച് എല്ലാം കൂടെ അവിടെ ഒരു 500ഓളം സ്റ്റുഡൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പല ബാച്ചുകളായിട്ട് ഞങ്ങൾക്കവിടെ ഏറ്റവും കൂടുതലായിട്ട് തിയോളജി പഠിക്കുന്നതിന് മുമ്പായിട്ട് ഫിലോസഫി പഠിക്കണം. ലോജിക്ക്, ഫിലോസഫിക്കൽ തിങ്കിങ്, ഇന്ത്യൻ തിങ്കേഴ്സ്, വെസ്റ്റേൺ ഫിലോസഫേഴ്സ് അവരൊക്കെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പ്രധാനമായിട്ട് 3 കാര്യങ്ങളെക്കുറിച്ച്, നമ്മളെക്കുറിച്ച്, ഈ ലോകത്തെക്കുറിച്ച്, പിന്നെ ദൈവത്തെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആണ് അതിനകത്ത് കൂടുതലായിട്ട് ഞങ്ങൾ പഠിച്ചത്. അങ്ങനെ ഫിലോസഫി പഠനകാലത്ത് ഞങ്ങൾക്ക് എല്ലാ മതങ്ങളെക്കുറിച്ചും, പല മതങ്ങളും അവരുടെ ചിന്താഗതികൾ, മതമില്ലാതെ ജീവിക്കുന്നവരെക്കുറിച്ച്, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആളുകളെക്കുറിച്ചും എല്ലാ തരത്തിലുമുള്ള മത ചിന്തകളെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൊരവസരം ഉണ്ടായി. ഇപ്പോൾ ക്രിസ്തു മതത്തെക്കുറിച്ചും ഹിന്ദു മതത്തെക്കുറിച്ചും ഇസ്ലാം മതത്തെക്കുറിച്ചും ജൈന മതത്തെക്കുറിച്ചും ബുദ്ധമതത്തെക്കുറിച്ചും ഒക്കെ ആ സമയത്ത് പഠിക്കാനുള്ള ഒരവസരമുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ആ മതങ്ങളും മതങ്ങളുടെ ഗ്രന്ഥങ്ങളുമൊക്കെ എന്താണെന്നും അവരെന്താണ് പഠിപ്പിക്കുന്നതെന്നുള്ള അറിയാനായിട്ട് സാധിച്ചു. അങ്ങനെ ഫിലോസഫി പഠനം കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷം ഞങ്ങൾ റീജൻസി എന്ന് പറയും. ആ ഒരു വർഷം ഇൻറ്റൻസീവായിട്ട് പ്രേക്ഷിത രംഗത്ത് മിഷനിൽ പ്രവർത്തിക്കുന്ന അച്ഛന്മാരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരവസരമാണ്. അപ്പോൾ അതിനും എന്നെ അയച്ചത് ഉജ്ജയിനിലേക്ക് തന്നെയാണ്. ഉജ്ജയിനിലുള്ള ജീരാപൂർ എന്ന് പറയുന്ന, ഉജ്ജയിനിൽ നിന്നും ഒരു 200 കിലോമീറ്റർ അകലെ ജീരാപൂർ എന്ന് പറയുന്നൊരു ഉൾനാടൻ ഗ്രാമത്തിലാണ്. ഒരു വർഷം മുഴുവൻ അവിടെ താമസിച്ചുകൊണ്ട് അവിടെ കുട്ടികളെ പഠിപ്പിക്കാനും അവിടെ ഗ്രാമങ്ങളിൽ പോകാനും അവരെ പല കാര്യങ്ങളും അവർക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും ഒക്കെയുള്ള അവസരമുണ്ടായിരുന്നു. ആ ഒരു വർഷം കൂടുതലായിട്ട് ഞങ്ങൾക്ക് ആഴത്തിൽ പ്രേക്ഷിത പ്രവർത്തനം ഗ്രാമങ്ങളിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും പ്രവർത്തിക്കേണ്ടതെന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഒരു വർഷത്തെ ആ ആഴത്തിലുള്ള പ്രേക്ഷിത പ്രവർത്തന പരിശീലനം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നത് വടവാതൂർ സെമിനാരിയിലേക്കാണ്. 4 വർഷത്തെ തിയോളജി കാലം. ആ തിയോളജി കാലത്താണ് ഞങ്ങൾ കൂടുതൽ ക്രിസ്തു മതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കത്തോലിക്കാ സഭയുടെ പഠനങ്ങളെക്കുറിച്ച്, ബൈബിളിനെക്കുറിച്ച്, ബിബ്ലിക്കൽ തിയോളജി, അതുപോലെ സഭാ നിയമങ്ങൾ, സഭയെക്കുറിച്ചുള്ള ചിന്തകൾ, ഇതെല്ലാം പഠിക്കുന്നത് ഈ തിയോളജി കാലത്താണ്. ആ 4 വർഷത്തെ തിയോളജി പഠനം വളരെ വലിയൊരു മാറ്റമാണ് ഞങ്ങൾ എല്ലാവരിലും വരുത്തിയത്. കാരണം ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഞങ്ങൾ പഠിച്ചു. പ്രാക്ടിക്കലായിട്ടും പഠിച്ചു, അതുപോലെ ഇൻ്റലക്ച്വലായിട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. ഫിലോസഫി പഠിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്തു. അപ്പം അതിൻ്റെ കൂടെ തന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ തിയോളജി പഠിക്കുമ്പോഴത്തേക്ക് ആഴമായിട്ട് ക്രിസ്ത്യൻ തിയോളജി, ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത്, ബൈബിളിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ ക്രിസ്ത്യൻ മൊറാലിറ്റി, മോറൽ തിയോളജി, സഭ എന്താണ് മനുഷ്യരെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, സഭാത്മക ജീവിതത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച് എല്ലാം പഠിപ്പിക്കുന്നത് സഭയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണല്ലോ വൈദികരർപ്പിക്കുന്ന വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാനയെക്കുറിച്ച് തിയറിറ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും എല്ലാം പഠിക്കാനായിട്ട്, അതിൻ്റെ തിയോളജി പഠിക്കാനായിട്ട്, അതുപോലെ സഭയുടെ കൂദാശകളെക്കുറിച്ച് പഠിക്കാനായിട്ട്, കൂദാശ പരികർമ്മം ചെയ്യുന്നതിനെക്കുറിച്ച് എല്ലാം പഠിക്കാനായിട്ട് ഉള്ള അവസരം ഈ തിയോളജി കാലത്താണ് ലഭിച്ചത്. അങ്ങനെ 4 വർഷത്തെ തിയോളജി പഠനം കഴിഞ്ഞ് ഞാൻ 1990 ജനുവരി മാസം 2-ാം തീയതി വൈദികനായിട്ട് പട്ടം സ്വീകരിച്ചു. എൻ്റെ പട്ടസ്വീകരണം നടന്നത് വെള്ളികുളം എന്ന് പറയുന്ന എൻ്റെ ഇടവകയിൽ വെച്ച് തന്നെയാണ്. അന്ന് കല്യാൺ രൂപതയുടെ അധ്യക്ഷനായിരുന്ന അഭിവന്യ മാർ പോൾ ചിറ്റിലപ്പള്ളി പിതാവിൽ നിന്നാണ് ഞാൻ വൈദിക പട്ടം സ്വീകരിച്ച് വൈദികനായത്. അങ്ങനെ 1990 ജനുവരി മാസം 2-ാം തീയതി ഞാൻ വൈദികനായി. വൈദിക പരിശീലനത്തോടൊപ്പം തന്നെ ഞങ്ങൾ സെക്കുലർ വിദ്യാഭ്യാസവും നടത്തുന്നുണ്ട്. പ്രീ ഡിഗ്രി പഠിച്ചു, അത് കഴിഞ്ഞ് ഡിഗ്രി പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പിന്നീട് ഹയർ സ്റ്റഡീസിന്, അത് സെക്കുലർ സ്റ്റഡീസിനോ അല്ലെങ്കിൽ എക്ലീസിയാസ്റ്റിക്കൽ സഭാപരമായ പഠനത്തിനൊക്കെ അയക്കുന്നുണ്ട്. ഈ സെക്കുലർ സ്റ്റഡീസ് നമ്മൾ ഇത് നടത്തുന്നത്, നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഫിലോസഫി കാലത്ത് ഞങ്ങൾ ഒത്തിരി പല മതങ്ങളെക്കുറിച്ചും ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കുന്നുണ്ട്, റിലീജിയനെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പഠിക്കുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കുന്ന ഇതാണ്, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ മറ്റുള്ളവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ എന്താണ്, മറ്റുള്ളവർ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണ്, മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ഇതെല്ലാം അറിയേണ്ടത് ആവശ്യമാണ്. പിന്നെ നമുക്ക് നമ്മുടെ അറിവെന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു. ഒന്ന്, നമ്മളെക്കുറിച്ച് തന്നെയുള്ള അറിവാണ്, സെൽഫ് അവെയർനെസ്.
അത് കിട്ടേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. നമ്മൾ ആരാണെന്നും നമ്മളെന്താണെന്നും എവിടെയാണെന്നും എന്തിനാണെന്നും ജീവിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമത്തേത് ലോകത്തെക്കുറിച്ചുള്ള അറിവാണ്. ഈ ലോകം ദൈവം സൃഷ്ടിച്ച ലോകമാണ്. ദൈവം സൃഷ്ടിച്ച ലോകത്തിൽ എന്തെല്ലാം ഉണ്ട്, എങ്ങനെയുള്ള മനുഷ്യരുണ്ട്, എങ്ങനെയുള്ള പദാർത്ഥങ്ങളുണ്ട്, എങ്ങനെയുള്ള ജീവികളുണ്ട്, ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളും ലോകവും തമ്മിലുള്ളൊരു ബന്ധമുണ്ട്, നമ്മളും പ്രകൃതിയും തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. ആ ബന്ധം നമ്മളറിയാതെ, ആ ബന്ധം ശരിയാകാതെ മനുഷ്യജീവിതം പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് ലോകത്തിലുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റുകയില്ലെങ്കിലും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് സെക്കുലർ സ്റ്റഡീസ് ഒരു പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ബൈബിളിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല ലോകം എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്, ഒത്തിരിയേറെ അറിവുകളുണ്ട്, ഒത്തിരിയേറെ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്, നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളുണ്ട്, ഒത്തിരിയേറെ നമ്മളെ പോസിറ്റീവായിട്ട് നമ്മളെ സ്പർശിക്കുന്ന കാര്യങ്ങളുണ്ട്, നെഗറ്റീവായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കിതിനെ ശരിയായ രീതിയിൽ നേരിടാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ അങ്ങനെയുള്ള അറിവ് നേടാതെ വരുമ്പോഴാണ് നമ്മൾ മതഭ്രാന്തന്മാരായിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക സമൂഹത്തെ, പ്രത്യേക മതത്തെ മാത്രം നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് അങ്ങനെ ഉള്ള അറിവ് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പം ഞങ്ങൾക്കെല്ലാവർക്കും ഈ പൗരോഹിത്യ ജീവിതത്തിലെ പഠനത്തോടൊപ്പം തന്നെ മറ്റ് സെക്കുലർ സ്റ്റഡീസ് ബേസിക്കായിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഡിഗ്രി വരെയെങ്കിലും പഠിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അതിനുശേഷവും പലരും പിന്നീട് സഭയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പഠിക്കാനായിട്ട് വിടുന്നുണ്ടെങ്കിൽ ചിലർ തന്നെ പഠിക്കുന്നുണ്ട്. ഞാനും അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ജീവിത വഴി എങ്ങനെയുള്ളതായിരിക്കണമെന്ന് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞാണ് തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ വൈദികനായി കഴിഞ്ഞതിന് ശേഷം എന്നെ ആദ്യമായിട്ട് വിടുന്നത് എരുമേലി പള്ളിയിലേക്കാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള എരുമേലി പള്ളിയിലാണ്. അവിടെ ഒരു പള്ളിയിൽ സഹവികാരിയായിട്ട് 2 വർഷം ശുശ്രൂഷ ചെയ്തപ്പോഴത്തേക്കും കേരളത്തിലെ ഇടവക ജീവിതം എങ്ങനെയാണ്, ഇടവക വൈദികരെങ്ങനെയാണ്, അവരുടെ പ്രവർത്തനം എന്താണ് എന്നെല്ലാം അറിയാനായിട്ടും ആ ഇടവകയിൽ വികാരിച്ചനോട് ചേർന്നുകൊണ്ട് ആ ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹായിക്കാനായിട്ടും സാധിച്ചു. അതൊരു വലിയ അനുഭവമായിരുന്നു. ആ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും അവിടെ നിന്ന് യാത്രയായിട്ട് പിന്നീട് എന്നോട് എൻ്റെ അധികാരികൾ പഠിക്കാൻ പോകാനായിട്ട് പറഞ്ഞു. തിയോളജി പഠിക്കാൻ പോകാനാണ് എന്നോട് പറഞ്ഞതെങ്കിലും എനിക്ക് തിയോളജി പഠിക്കാൻ പോയിട്ട് വന്നിട്ട് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിന് പോകാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അന്നത്തെ സുപ്പീരിയർ പറഞ്ഞു, തിരുവനന്തപുരത്ത് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട്, അതൊന്ന് പോയി കണ്ടിട്ട് അത് ചിലപ്പോൾ നല്ലതാണോ എന്നറിയത്തില്ല, ഒന്ന് പോയി കണ്ട് മനസ്സിലാക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് എന്നെ പറഞ്ഞയച്ച് ഞാനിവിടെ വന്ന് ഫെലിക്സ് അച്ഛനെ കണ്ടു. ഫെലിക്സ് അച്ഛനെയും സിസ്റ്റർ എലൈസിനെയും കണ്ടു. അപ്പോൾ ഈ സ്ഥാപനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളെക്കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവരിൽ നിന്ന് അത്യാവശ്യം ചില കാര്യങ്ങൾ ഈ സ്ഥാപനത്തെക്കുറിച്ചും ഇങ്ങനെയുള്ള കുട്ടികളെക്കുറിച്ചും അവരെനിക്ക് പറഞ്ഞു തന്നു. അപ്പം ആ കുട്ടികളെ കണ്ടപ്പോൾ, അന്ന് അവിടെ ഒരു 10-200 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളെ കണ്ടപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുന്നത് നല്ലതാണല്ലോ, ഇവരെക്കുറിച്ചൊന്ന് അറിയുന്നത് നല്ലതാണല്ലോ എന്ന് എനിക്ക് തോന്നി. അത് ഞാൻ തിരിച്ചു ചെന്ന് എൻ്റെ സുപ്പീരിയർ അച്ഛനോട് പറഞ്ഞു, ഇതിനെക്കുറിച്ച് ചിലപ്പം പഠിക്കുന്നത് ചിലപ്പം നമുക്ക് നല്ലതായിരിക്കും, നമ്മുടെ വർക്കിന് നല്ലതായിരിക്കും എന്ന് ഞാൻ സുപ്പീരിയർ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ അഡ്മിഷനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സമയത്ത് ഇവിടെ ട്രെയിനിങ് നടത്തുന്നുണ്ടായിരുന്നു. 1 വർഷത്തെ കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സുപ്പീരിയറിനോട് പറഞ്ഞിട്ട് ഇവിടുത്തെ 1 വർഷത്തെ കോഴ്സ് ഞാൻ ഇവിടെ ചേർന്നു. അങ്ങനെയാണ് ഞാൻ 1992 ഞാൻ CIMR ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ടവിടെ വരുന്നത്. ആ 1 വർഷത്തെ കോഴ്സ് പഠിക്കാനായിട്ട്. അതൊരു വലിയൊരു ഒരു മാറ്റമായിരുന്നു, ഒരു വലിയൊരു അറിവായിരുന്നു, തിരിച്ചറിവായിരുന്നു. കാരണം സമൂഹത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളുണ്ട്, ഇങ്ങനെയുള്ള കുട്ടികളുടെ പ്രത്യേകതകൾ എന്താണ്, ആ കുട്ടികൾക്കൊണ്ട് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്, ഇപ്പോൾ സമൂഹത്തിൽ എന്താണ് അവർക്ക് വേണ്ടിയുള്ള ഫെസിലിറ്റീസ്, ഇതൊക്കെ ഒന്ന് അറിയാനായിട്ട് ആ 1 വർഷത്തെ എൻ്റെ ഇവിടുത്തെ ജീവിതമാണ് എന്നെ സഹായിച്ചത്. അത് വലിയ തിരിച്ചറിവായിരുന്നു. കാരണം ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതെയാണ് ഞാനിവിടെ വന്നത്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ ധാരാളം സമൂഹത്തിലുണ്ട്. ഞങ്ങൾക്ക് അന്നത്തെ ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നൊരു പ്രാക്ടിക്കൽ അസൈൻമെൻറ്റാണ് ഏതെങ്കിലും സ്ഥലത്ത് പോയി ഇതുവരെയും ഒരു സ്ഥാപനത്തിലും പോകാത്ത 100 മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികളെ കണ്ടുപിടിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ മിഷനിലായിരുന്നതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ അങ്ങനെയാണെങ്കിൽ മിഷനിൽ പോയി ഇങ്ങനെയുള്ള കുട്ടികളുണ്ടോ എന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമായിട്ടാണ് അങ്ങനെയുള്ള കുട്ടികളെ കണ്ടുപിടിക്കാനായിട്ട് പോയത്. അപ്പം അങ്ങനെ പോയപ്പോഴാണ് അവിടെയും ധാരാളം കുട്ടികളുണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾ. അവർക്ക് വേണ്ടി അവിടെ ഒരു ട്രെയിനിങ് ഫെസിലിറ്റിയും ഇല്ല, പരിശീലന പരിപാടികളൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ 100 വീടുകളിൽ പോയി ഇങ്ങനെയുള്ള കുട്ടികളുടെ സ്ഥിതി എന്താണെന്ന് വീടുകളിൽ പോയി മനസ്സിലാക്കാനായിട്ട് ആ പരിശീലന സമയത്ത് സാധിച്ചു.
അതൊരു വലിയ അനുഭവമായിട്ടാണ്. തിരിച്ചു വന്ന് പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് കുറച്ച് നാൾ ഇവിടെ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ചുമതല ഏറ്റെടുത്ത് കുറേ ട്രെയിനിങ്ങിൽ സഹായിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് സുപ്പീരിയേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചു. അങ്ങനെ ഞാനിവിടെ ഒരു 2-2.5 വർഷക്കാലം ഇവിടെ പിന്നീട് വരുന്ന ടീച്ചർ ട്രെയിനിങ്ങിന് വേണ്ടി വരുന്നവരെ പരിശീലിപ്പിക്കാനായിട്ട് ഞാനിവിടെ സഹായിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ ഫെലിക്സ് അച്ഛൻ്റെ കൂടെയും അല്ലാതെയുമായിട്ട് കേരളത്തിന് പുറത്ത് ഇന്ത്യയിലുമുള്ള ഒത്തിരിയേറെ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ പോയി അവിടെ എങ്ങനെയാണ് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നത് എന്ന് കാണാനായിട്ട് ഇടയായി. എനിക്ക് തോന്നുന്നൊരു 90 സ്ഥാപനങ്ങൾ ഞാൻ ആ സമയത്ത് തന്നെ പോയി കണ്ട് മനസ്സിലാക്കി. അപ്പോൾ അത് ഒരു വലിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഈ അനുഭവത്തോടു കൂടി ഞാനവിടെ ജീവിക്കുമ്പോഴാണ് 1994 അന്നത്തെ ഉജ്ജയിനിലെ ബിഷപ്പ് ജോൺ പെരുമറ്റം പിതാവ് ഞങ്ങളുടെ സുപ്പീരിയറിനോട് എന്നെ അങ്ങോട്ട് വിടണം, അവിടെ ഈ വർക്ക് തുടങ്ങാനായിട്ട് അങ്ങോട്ട് വിടണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഞാൻ 1994 ജൂലൈ മാസത്തിൽ ഉജ്ജയിനിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് ഉജ്ജയിനിലെത്തി. അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവിടെ ഈ ഫീൽഡിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അവിടെ തുടങ്ങണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷേ എനിക്ക് അവിടുത്തെ 2 വർഷം അവിടെ ഉണ്ടായിരുന്നെങ്കിലും കൃത്യമായിട്ട് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കണം, ആൾക്കാരെ മനസ്സിലാക്കണം, ഇതെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അവിടെ താമസിച്ചുകൊണ്ട് ആളുകളെക്കുറിച്ച് പഠിച്ചു, ആളുകളെ ബന്ധപ്പെട്ടു. അങ്ങനെ ഞാൻ സാവധാനത്തിൽ ഉജ്ജയിൻ സിറ്റി മുഴുവനും ഞാനൊരു ടീമിനെ സംഘടിപ്പിച്ച് അവരെയും കൊണ്ട് ആ സിറ്റി മുഴുവനും ഒരു സർവേ നടത്തി. അങ്ങനെ ഒരു 920 കുട്ടികളെ, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളെ, വീടുകളിൽ അടച്ച് കിടക്കുന്ന കുട്ടികളെ കണ്ടുപിടിച്ചു. അതായിരുന്നു അവിടുത്തെ ആദ്യത്തെ പ്രവർത്തനം. അങ്ങനെ കുട്ടികളെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് അവർക്ക് പരിശീലനം കൊടുക്കാനായിട്ട് ഉജ്ജയിനിൽ അവരെ പെട്ടെന്ന് സ്കൂളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ലല്ലോ. തന്നെയുമല്ല പേരൻസ് അവരെ വിടുകയില്ല. അവിടെ ഈ കുട്ടികളെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. ഒരു 40-ലധികം കുട്ടികളെ വീടുകളിൽ ചങ്ങലയ്ക്കോ അല്ലെങ്കിൽ കയറിനോ കെട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടു. അപ്പോൾ അവരെ ഒരു വീടിന് പുറത്തേക്ക് ഇറക്കുക പോലുമില്ല. കാരണം ഇവരെ കെട്ടിയിട്ടിട്ട് അല്ലെങ്കിൽ റൂമിനകത്ത് അടച്ചിട്ടിട്ട് അവർ ജോലിക്ക് പോകും. പിന്നെ തിരിച്ചു വരുമ്പോഴാണ് അവരെ ഒന്ന് തുറന്നു വിടുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ പല വീടുകളിലുള്ള കുട്ടികളെ ഒന്നിച്ചു കൂട്ടി ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഏതെങ്കിലും വീട്ടിൽ ഒന്നിച്ചു കൂട്ടി അങ്ങനെ 68 സെൻറ്ററുകൾ ഞങ്ങൾ അവിടെ തുടങ്ങി ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഈ കുട്ടികളെ ഒന്നിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് 5 കുട്ടികൾ അല്ലെങ്കിൽ 10 കുട്ടികളൊക്കെ ഒന്നിച്ചു കൂടും. അവർക്ക് കുറച്ച് കളികളും അതുപോലെ കളികളിലൂടെയുള്ള കുറച്ച് ട്രെയിനിങ്ങും എല്ലാം കൊടുത്തു. അങ്ങനെ കൊടുത്ത് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പേരൻസിന് മനസ്സിലായി ട്രെയിനിങ്ങിലൂടെ കുട്ടികൾക്ക് ഒത്തിരി മാറ്റമുണ്ടെന്ന്. അങ്ങനെ കുട്ടികൾക്ക് മാറ്റമുണ്ടെന്ന് കണ്ടപ്പോൾ പേരൻസ് തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു ഇവർക്ക് എല്ലാ ദിവസവും പരിശീലനം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടാകണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അങ്ങനെ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂളിൻ്റെ സ്ഥലം ചോദിച്ച്, സ്കൂളിൻ്റെ ക്ലാസ് റൂം, അവിടുത്തെ ഹോള് ഞങ്ങൾ ഉച്ച കഴിഞ്ഞുള്ള സമയം ചോദിച്ച് ആ കുട്ടികളെ അവിടെ ഒന്നിച്ചു കൂട്ടി അവർക്ക് പരിശീലനം കൊടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഉജ്ജയിനിൽ ഈ കുട്ടികൾക്ക് വേണ്ടി പരിശീലനം കൊടുക്കാൻ തുടങ്ങിയത്. പിന്നീടത് ഒരു വലിയ സ്കൂളായിട്ട്, ഒരു വലിയ ട്രെയിനിങ് സെൻ്ററായിട്ടൊക്കെ വളർന്നു. ഗവൺമെൻറ്റിന് ഈ പ്രവർത്തനം വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങളെ ആ പ്രവർത്തനം മറ്റ് ജില്ലകളിലും തുടങ്ങാനായിട്ട് ഞങ്ങളെ വിളിച്ചു. അങ്ങനെ ഒരു 4 ജില്ലകളിൽ ഞങ്ങൾ ആ പ്രവർത്തനം വ്യാപിപ്പിച്ചു. ഞങ്ങളവിടെ പോയി സർവേ നടത്തി, അവിടെ കുട്ടികളെ ഒന്നിച്ചു കൂട്ടി. ഇതേ രീതിയിൽ തന്നെ ഞങ്ങളവിടെ പരിശീലനം കൊടുത്ത് അങ്ങനെ 4 ജില്ലകളിലായിട്ടൊരു 15 സെൻറ്റേഴ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. 15 സ്കൂളുകൾ എന്ന് പറയാം. അതിൽ കുറേ എണ്ണം സ്പെഷ്യൽ സ്കൂളുകളായിരുന്നു, കുറേ എണ്ണം മറ്റവിടെയുള്ള സ്കൂളുകളോടനുബന്ധിച്ച് ഉള്ള ഇൻ്റഗ്രേറ്റഡ് സ്കൂള് ആയിരുന്നു. അവിടെയെല്ലാം ഞങ്ങൾക്ക് ട്രെയിനിങ്ങുള്ള ആരുമില്ലായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടെ നിന്നുള്ള ആൾക്കാരെ തന്നെ കണ്ടുപിടിച്ച് അവർക്ക് പരിശീലനം കൊടുത്ത് അവരെ പിന്നീട് ഫോർമലായിട്ടുള്ള ട്രെയിനിങ്ങിന് വിട്ട് അങ്ങനെ പരിശീലനം കൊടുത്താണ് ഞങ്ങൾ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് അവരെ കൊണ്ടുവന്നത്. പിന്നീട് ഞങ്ങളുടെ ആ സ്ഥാപനം തന്നെ ഒരു വലിയ ട്രെയിനിങ് സെൻ്ററായിട്ട് മാറി. അവിടെ ഡിപ്ലോമയും ഡിഗ്രി B.Ed കോഴ്സെല്ലാം നടക്കുന്നൊരു ട്രെയിനിങ് സെൻ്ററായിട്ട് മാറി. വൈദിക പരിശീലനത്തിൻ്റെ കാലത്ത് തന്നെ ഞങ്ങളുടെ ഭാവി ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഭാവിയിൽ ഞങ്ങളുടെ പ്രവർത്തനം എന്തായിരിക്കണം, അപ്പം ഞങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഞങ്ങൾക്കൊരു ദൈവവിളി എന്ന് പറയുന്നത്. ദൈവവിളി എന്ന് പറയുന്നത് വെറുതെ വൈദികനാകാൻ മാത്രമുള്ള വിളിയല്ല. ആ വൈദികനായിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൂടെ എന്താണ് ഞങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ ചെയ്യാനായിട്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. ദൈവം നിശ്ചയിക്കുന്നതെന്നല്ല, ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. കാരണം ദൈവമാണ് വിളിക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും കാര്യം അത് തന്നെയാണ്. ഒരാൾ ഡോക്ടറാകുന്നത് തന്നെ അതൊരു ദൈവവിളിയാണ്.
ഒരാൾ കല്യാണം കഴിക്കുന്നു, അതൊരു ദൈവവിളിയാണ്. ഇതിനെല്ലാം ദൈവവിളിയായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കുകയില്ല നമ്മൾ മുമ്പോട്ടുള്ള ജീവിതം. നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തല്ല ആയിരിക്കില്ല നമ്മൾ എത്തിച്ചേരുന്നത്. അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അപ്പോൾ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നു, പഠിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവരോട് ഉപദേശം ചോദിക്കുന്നു. ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടാണ് ഈ പരിശീലന കാലത്ത് ഞങ്ങൾ വളരുന്നത്. അതിനുശേഷം വൈദികനായി കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ 1-2 വർഷം കഴിയുമ്പോഴത്തേക്ക് സുപ്പീരിയേഴ്സ് ഞങ്ങളെ വിളിച്ച് മുമ്പോട്ട് എന്താണ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചിലർ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കും, ചിലർ ഗ്രാമങ്ങളിൽ പോയി സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കും, ചിലർ കൂടുതൽ സ്പിരിച്വലായിട്ടുള്ള തലത്തിൽ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കും. വൈദികരെല്ലാവരും സ്പിരിച്വലാണ്. അതേസമയം തന്നെ അതിനോട് ചേർന്ന് തന്നെ വേറെ ഏതെങ്കിലും ഒരു പ്രവർത്തന മണ്ഡലം കൂടെ ഞങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് തന്നെ. 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തിയോളജി പഠിക്കാനായിട്ട് എന്നോട് പോകാൻ സുപ്പീരിയേഴ്സ് ആവശ്യപ്പെട്ടെങ്കിലും എനിക്ക് അതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കണമെന്ന് തോന്നി. സുപ്പീരിയേഴ്സിനോട് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു. അപ്പം അത് പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ് ഈ രംഗത്ത് തന്നെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ഉൾവിളി എന്ന് പറയും. ഞങ്ങളത് ഞങ്ങളുടെ ഭാഷയിൽ കോൾ വിത്തിൻ എ കോൾ എന്ന് ഞങ്ങൾ പറയും. എന്ന് പറഞ്ഞാൽ ദൈവം വിളിക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ഏത് രംഗത്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെയും പഠനത്തിലൂടെയും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഒരു പ്രവർത്തന മണ്ഡലം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത പ്രവർത്തന മണ്ഡലം ഇതാണ്. ഈ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, കുട്ടികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം, പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാവരെയും ക്രിസ്ത്യാനികളാക്കുക എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ സ്നേഹം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സന്തോഷത്തിൻ്റെ, നന്മയുടെ, സത്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ സുവിശേഷം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് കൊടുക്കാനുള്ള വേദികളാണ് ഇത്തരത്തിലുള്ള പ്രവർത്തന മേഖലകൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ദൈവവിളിയെക്കുറിച്ച് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്.